ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കയറുന്നതിന് മുന്നേ തന്നെ ലയാമ് സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ വ്ളോഗിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ യാത്ര തുടങ്ങി. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ലൂർദ് ഹോസ്പിറ്റലാണ്. കാരണം ഒരു ചെക്കപ്പ് ഉണ്ടായിരുന്നു. അതായത് എൻ്റെ കണ്ണിൻ്റെ ഐബോൾസിൻ്റെ പുറകിൽ ഒരു ചെറിയൊരു ട്യൂമർ ഉണ്ടായിരുന്നു. അത് നോൺ ക്യാൻസറസ് ആണ്. അത് മെനിഞ്ചോമ എന്ന് പറയും. എല്ലാവർക്കും അത് പരിചിതമല്ല. അപ്പോൾ അത് കണ്ണിൻ്റെ വെയിൻസിൻ്റെ ഇടയിൽ കൂടി പോയത് കാരണം സർജറി കഴിഞ്ഞിട്ട് ചെറിയൊരു പൊട്ടും പൊടിയൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ റേഡിയേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അത് റെഫറൻസ് ലെറ്ററൊക്കെ വാങ്ങിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഞങ്ങളുടെ പാലമൊക്കെ കയറി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുകയാണ്. കാരണം ഇന്നാണ് ഒരു ശാന്തമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും ദിവസം മഴയും കാറ്റും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങാനേ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ബൈ ഗ്രേസ് ഓഫ് ഗോഡ് അന്നത്തെ ദിവസം എന്താ പറയുക, രാവിലെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ വീട്ടിൽ കയറുന്നത് വരെ മഴ പെയ്തിട്ടേ ഇല്ല. അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ യാത്ര അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായേനെ. കാരണം ലയാമും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ആസ്റ്റർ മെഡിസിറ്റി അതൊക്കെ കടന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അധികം ദൂരമൊന്നുമില്ല, ഏകദേശം ഒരു 15-20 മിനിറ്റിനുള്ളിൽ നമുക്ക് ഹോസ്പിറ്റലിൽ എത്താവുന്നതാണ്. അപ്പോൾ ഒരു ചേച്ചി പോകുന്നത് കണ്ടായിരുന്നു ഫ്രണ്ടിൽ. മീനാണോ എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു 3 to 5 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തും. ഹോസ്പിറ്റലിലെ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു പോകുന്ന വഴിക്ക്. കാരണം ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടർ ഇനി എന്താ പറയാൻ പോകുന്നത് എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ ആ ഡോൺ ബോസ്കോൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോകുന്ന കണ്ടു. അപ്പോൾ ഞാൻ വേഗം വീഡിയോ എടുത്തു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിൻ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ എപ്പോൾ പോകുമ്പോഴും ഞാനൊരു ട്രെയിൻ വരട്ടെ ഇത് സത്യമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് ട്രെയിൻസ് പോകുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രെയിൻ പോകുന്നത്. അങ്ങനെ ഏകദേശം നമ്മൾ ഹോസ്പിറ്റലൊക്കെ എത്താറായിട്ടുണ്ട്. അങ്ങനെ ഹോസ്പിറ്റൽ വിസിറ്റൊക്കെ കഴിഞ്ഞു. ഡോക്ടറിനെ കണ്ടു, സംസാരിച്ചു, മരുന്നൊക്കെ കിട്ടി, റെഫറൻസ് ലെറ്ററൊക്കെ കിട്ടി. കാരണം ഒരു റേഡിയേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെഫറൻസ് ലെറ്റർ വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ കിട്ടി. നമ്മുടെ കാറ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ സാധാരണ നമ്മൾ ലൂർദ് ഹോസ്പിറ്റൽ ഫ്രണ്ടിൽ തന്നെയാണ് പാർക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്തവണ നമുക്ക് പാർക്കിംഗ് ലോട്ട് കിട്ടാത്ത കാരണം നമ്മൾ അവിടെയുള്ള റോബോട്ടിക് കാർ പാർക്കിങ്ങിലാണ് പാർക്ക് ചെയ്തത്. അത് നല്ല രസമായിരുന്നു കേട്ടോ. കാറൊക്കെ വരുന്നതാണ് നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ ലൂർദ് ഹോസ്പിറ്റലിനോട് വിട പറഞ്ഞു. നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലയാമനും വിശക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നമ്മൾ ക്യൂൻസ് വേ ഇല്ല, ചാത്തിയാത്ത് ക്യൂൻസ് വേ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടിങ്ങനെ മഴ പൊടിയുന്നുണ്ടായിരുന്നു. അപ്പം ഞാനോർത്തു ദൈവമേ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും നല്ലോണം മഴ പെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന്. പക്ഷേ ആ ഒരു പൊടിഞ്ഞതല്ലാണ്ട് പിന്നെ മഴ പെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി. ഞാൻ ഇതിന് മുന്നേ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഭയങ്കര ഹൈജീനിക് ആയിരിക്കും. അതുപോലെ തന്നെ എന്താ പറയുക, നല്ല ടേസ്റ്റാണ് ഫുഡിന്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് കുഴിമന്തി ഓർഡർ ചെയ്തു. കാരണം കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ കുഴിമന്തി കഴിക്കുന്നത്. അപ്പോൾ കുഴിമന്തി ഓർഡർ ചെയ്തു. അപ്പോൾ ലയാമിനും പോകാൻ കണ്ടറിയില്ല, വിശന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് അവനെ ആ ഒരു മൂഡൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് കേട്ടോ അത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ നമ്മുടെ വെയിറ്റിംഗ് ഒക്കെ അവസാനിച്ചു. നമ്മുടെ ഫുഡ് വന്നു. അപ്പോൾ കാണാൻ തന്നെ നല്ല രസമല്ലേ. അപ്പോൾ ഞങ്ങൾ ഹാഫ് കുഴിമന്തിയാണ് പറഞ്ഞത്. ലയാമിനാണെങ്കിലും അധികം നമ്മൾ കൊടുക്കാറില്ല. കാരണം മയോണൈസ് തീരെ കൊടുക്കാറില്ല ലയാമിന്. ആ റൈസും ആ ചിക്കൻ്റെ ഇത് മാത്രമേ കൊടുക്കാറുള്ളൂ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ നേരെ പോയത് വല്ലാർപാടത്തേക്കാണ്. കാരണം നമ്മൾ ഫസ്റ്റ് നമ്മുടെ വണ്ടി വെഞ്ചരിച്ചത് ഇടപ്പള്ളി ചർച്ചിലായിരുന്നല്ലോ. രണ്ടാമത് നമ്മൾ വല്ലാർപാടത്ത് പോയിട്ട് വെഞ്ചരിക്കാമെന്ന് നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയൊരു ചർച്ച കൂടി ഉണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് അച്ഛന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ലയാമി വീണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെ അവസാനം അച്ഛൻ വന്നു, വെഞ്ചരിച്ചു. ഞങ്ങളെല്ലാവരും നല്ലോണം പ്രാർത്ഥിച്ചു. അതിനുശേഷം അവിടെ ഒരു അടിമസമർപ്പണമുണ്ട്. അപ്പോൾ അടിമസമർപ്പണം കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അവിടെ ഒരു ചെറിയൊരു എക്സിബിഷൻ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം.
അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.